ഹലോ ഫ്രണ്ട്സ്, ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. നാട്ടിൽ നിന്ന് ഇന്നലെയാണ് ഞങ്ങൾ UAE തിരിച്ചെത്തിയത്. ഒത്തിരി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്, പക്ഷേ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു നാടൻ റെസിപ്പി വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. പിന്നെ ഇതും നാട്ടിൽ നിന്ന് എടുത്ത വീഡിയോ തന്നെയാണ്. വീട്ടിലുണ്ടായിട്ടുള്ള പയറിൻ്റെ ഇല കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തി അല്ലെങ്കിൽ പയറില തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുടെ വീട്ടിലത്തെ അടുക്കളത്തോട്ടമാണ്. ഞങ്ങളുടെ വീട് പൂട്ടിയിട്ട് കിടക്കുന്നതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുപോലത്തെ. പക്ഷെ നാട്ടിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇത്തവണ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് നാട്ടിൽ വന്നിട്ട് തിരിച്ച് വരുന്നത് വരെ ദിവസം കഴിക്കാൻ ഇതുപോലത്തെ വെജിറ്റബിൾസ് ഒത്തിരി കിട്ടി. ചീരയില, മുരിങ്ങയില, ചെരങ്ങയില, മത്തനില, പിന്നെ വാഴത്തണ്ട്, വാഴക്കൂമ്പ്, അങ്ങനെ ഒത്തിരി വെജിറ്റബിൾസ് കിട്ടി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഈ പയറിൻ്റെ ഇല നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ അത് കഴുകിയെടുക്കാൻ. അതായത് പയറിൻ്റെ ഇലയിലും അതുപോലെ ഇലകളിലൊക്കെ പ്രാണികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ട് ഇതുപോലെ നല്ല കനം കുറച്ചിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. പയറിൻ്റെ ഇലക്ക് നല്ല വേവ് ഉള്ളതുകൊണ്ട് ഇതുപോലെ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ അതുപോലെ ഇലകൾ, ഏത് ഇലകളായാലും നമ്മളത് താളിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതുപോലെ ചെയ്യാതെ അരിഞ്ഞെടുക്കാതെ നേരിട്ട് അത് താളിച്ച് കഴിക്കുമ്പോഴാണ് ഏറ്റവും നല്ലത്. എല്ലാ ഗുണങ്ങളും അതിൽ കിട്ടും അങ്ങനെ കഴിക്കുമ്പോൾ. പക്ഷെ ഇതുപോലെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്, ഫൈബർ കണ്ടന്റ് ഉണ്ടാവും ചെയ്യും. നല്ല ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഒത്തിരി പയറിൻ്റെ ഇല വേണ്ടി വരും ഇതുപോലെ നമ്മൾ ചമ്മന്തി ആക്കി എടുക്കാൻ. അപ്പം നിങ്ങൾക്കത് റെസിപ്പി കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ ഒരു റെസിപ്പി കുറച്ച് മുമ്പ് ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. താളിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ പയറിൻ്റെ ഇല എല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. കാരണം പയറിൻ്റെ ഇലക്ക് നല്ല വേവ് ഉള്ളതുകൊണ്ട് കുക്കറിൽ വേവിച്ചാലേ പെട്ടെന്ന് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം.
നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന നാടൻ തേങ്ങാ ചമ്മന്തിയാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് തേങ്ങ ചിരവിയത്, അല്പം ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി, അതുപോലെ കാന്താരി മുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അല്പം ഉപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് ചമ്മന്തി റെഡിയാക്കുന്നത്. ഇതുപോലെ അമ്മിയിൽ വെച്ചിട്ട് അരക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അമ്മി ഇല്ലാത്തവർക്ക് അത് ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കാം, ചതച്ചെടുക്കാം. നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ സ്പെഷ്യലാണ് ഇതുപോലെ അമ്മിയിൽ അരച്ചിട്ടുള്ള കറികളും അതുപോലെ ചമ്മന്തി, അങ്ങനെ ഇതൊക്കെ ഉമ്മായുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം കാന്താരി മുളക് അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, വല്ലാണ്ട് അരച്ചെടുക്കണ്ട. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയതിട്ടിട്ട് വീണ്ടും ഒന്ന് ചതച്ചെടുക്കുക വേണ്ടത്. അല്ലാണ്ട് നമ്മൾ വല്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പേസ്റ്റ് പരുവത്തിലായി പോവും. പിന്നെ ഇതിന് പയറിൻ്റെ ഇല ചമ്മന്തി എന്ന പേര് വരാൻ കാരണം ഈ ഒരു ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, ആ പയറിൻ്റെ ഇല വേവിച്ചതുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ടാണ്. നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അത് കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ തേങ്ങ ഇതുപോലെ ചതച്ചെടുത്ത ശേഷം നമ്മൾക്ക് ചെറിയ ഉള്ളി അതുപോലെ ചതച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുവാണ്. ഞാൻ ഈ ഒരു ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത്. ഇതുപോലെ ഇനി ചെറിയ ഉള്ളിയും ഇതുപോലെ ചതച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് നമ്മളുടെ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ പയറിൻ്റെ ഇല വേവിച്ചെടുക്കുന്നതിൽ ഉപ്പ് ചേർക്കുന്നില്ല. കൂടുതൽ ഉപ്പ് ആയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം എടുത്താൽ മതി. അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ പയറിൻ്റെ ഇല കഴിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് തന്നെ. അപ്പോൾ അമ്മിയിൽ അരച്ചിട്ടുള്ള നാടൻ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഈ പയറിൻ്റെ ഇലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കരുത്. അത് ആവശ്യത്തിന് മാത്രം എടുക്കാനുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഇതിപ്പോൾ അല്പം ചമ്മന്തി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അല്പം കൂടുതൽ അരച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ പയറിൻ്റെ ഇല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ അടുപ്പ് തുറന്നിട്ടേ ഉള്ളൂ. നല്ല ചൂടുണ്ട്. ഇത് ഒരു ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കണം. ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ വെള്ളം നന്നായിട്ട് വാർത്തെടുക്കും വേണം. ഇപ്പോൾ ചൂടോട് കൂടിയിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചൂട് അല്പം ആറിയ ശേഷം വേണം പിഴിഞ്ഞെടുക്കാൻ. പിന്നെ നമ്മളിപ്പോൾ ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ പയറിൻ്റെ ഇലയുടെ വെള്ളം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു കയ്പുണ്ടാവും, എന്നാൽ പോലും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയണം. എന്നാലേ ആ ഒരു പയറില തോരൻ അല്ലെങ്കിൽ ആ പയറില ചമ്മന്തിയുടെ ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഉപ്പ് വേണ്ട നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത്. ചൂട് നന്നായിട്ട് ആറിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം അത് ഒന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കണം. ഇനി ഇത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇതുപോലെ ആ ഇലയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കിയെടുത്താൽ മതി കൈ കൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തി ചേർത്ത് കൊടുക്കണം. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അല്പം കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, നല്ല കറക്റ്റ് ആണോ നോക്കുക. ഉപ്പും അതുപോലെ എരിവൊക്കെ കറക്റ്റ് ആണെങ്കിൽ അത്രയും മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് 2 പിടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ചമ്മന്തി. അപ്പോഴേക്കും നല്ല കറക്റ്റ് പാകത്തിൽ ആയിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി കൂടുതൽ ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല.
അപ്പോൾ നമ്മളുടെ നാടൻ റെസിപ്പി ആയിട്ടുള്ള പയറില തോരൻ അല്ലെങ്കിൽ പയറില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മത്തൻ ഇല താളിച്ചത് എങ്ങനെ തയ്യാറാക്കി നോക്കാം. ഇതുപോലെ തന്നെ പയറിൻ്റെ ഇലയും താളിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം മത്തനില നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതുപോലെ നമ്മൾ പിച്ചിയെടുക്കാൻ. മത്തനില നമ്മൾ കൈകൊണ്ട് കത്തി കൊണ്ട് അരിഞ്ഞെടുക്കരുത്, ഇതുപോലെ കൈകൊണ്ട് നമ്മൾ പിച്ചിയെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ നന്നായിട്ട് ഓരോ ഇലയും നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ പിച്ചിയെടുക്കാൻ. നമ്മളിതുപോലെ എല്ലാം പിച്ചിയെടുത്ത ശേഷം കഴുകുവാണെങ്കിൽ അതിലുള്ള ഗുണങ്ങളൊക്കെ പോവും, ആ ഇലയുടെ ഗുണങ്ങളൊക്കെ പോവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ആദ്യം കഴുകിയിട്ട് പിച്ചിയെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മത്തനില താളിക്കുമ്പോൾ മത്തനില പിച്ചിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ പിച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് താളിച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ആ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഈ ചെറിയ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളതിലേക്ക് 1 കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളത്തിലാണ് നമ്മളിത് താളിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പും അതുപോലെ ഞാനിപ്പോൾ കാന്താരി മുളക് ഒരു 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സാധാ മുളക് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കാം, എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പിച്ചി വെച്ചിട്ടുള്ള മത്തനില നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിനകത്ത് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അധികം വേവൊന്നുമില്ല ഈ മത്തനിലക്ക്. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ എല്ലാ ഗുണങ്ങളും അതിൽ കിട്ടുള്ളൂ. തുറന്ന് വെച്ചിട്ട് ഇലകളൊന്നും വേവിച്ചെടുക്കരുത്. അപ്പോൾ മത്തൻ്റെ ഇല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പയറില, അതുപോലെ ചീരയില, ചെരങ്ങ ഒക്കെ താളിച്ചെടുക്കുന്നത്. പിന്നെ പയറിൻ്റെ ഇല ഇതുപോലെ താളിച്ചെടുക്കുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും. ബാക്കി എല്ലാതും പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഈ 2 നാടൻ റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അയക്കാനും മറക്കരുത്. താങ്ക് യു.